ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് ശേഷം ഒരു പ്രസ്താവന നടത്തി. കിറ്റ് വാങ്ങി നക്കിയവരൊക്കെ നന്ദികേട് കാണിച്ചു, വോട്ട് ചെയ്തില്ല എന്ന അർത്ഥത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതെന്നുള്ള അർത്ഥത്തിൽ ആകെ ബഹളമായി. വളരെ മലയാളിയെ അവഹേളിക്കുന്ന, ശരാശരി കേരളീയനെ അവഹേളിക്കുന്ന പ്രസ്താവനയായിപ്പോയി എന്ന് പല ഭാഗത്തും അഭിപ്രായമുണ്ടെന്നു. സോഷ്യൽ മീഡിയ ഉറഞ്ഞു തുള്ളി. അദ്ദേഹത്തിനെതിരെ തെറിവിളികളായിരുന്നു. അത് പറയാൻ പാടില്ലായിരുന്നു ശരിക്കും. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ അത് അയാളുടെ മാത്രം പ്രശ്നമല്ല. അത് ശരിക്ക് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ്. കയ്യിൽ നിന്ന് വാങ്ങി നക്കി നന്ദികേട് കാണിച്ചു എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പൊതുവെ നമ്മളെല്ലാവരും അത്തരം സാഹചര്യങ്ങളിൽ സമീപിക്കാറ്. ഇപ്പം നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ന്യായമായും സ്പഷ്ടമായും നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് തിരിച്ച് ഒരു നന്ദി പ്രദർശിപ്പിക്കലാണ്. അപ്പോൾ എന്താണ് നന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിച്ച് ബഹുമാനം കാണിച്ചിട്ടോ വിധേയത്വം കാണിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ അതിന് പ്രതികരിക്കാനായിട്ട് എന്നുള്ള ഒരു മിനിമം എക്സ്പെക്റ്റേഷൻ, ന്യായമായ എക്സ്പെക്റ്റേഷൻ, അവകാശം പോലെ അധികാരം പോലെ ഓരോ വ്യക്തിയും, നമുക്ക് ഓരോ മലയാളികൾ പൊതുവെ കൊണ്ടു നടക്കുന്ന ഒരു വികാരം തന്നെയാണത്. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ, പൈസ കൊടുക്കുമ്പോഴോ മറ്റു തരത്തിൽ ഉപകാരങ്ങൾ ചെയ്യുമ്പോഴോ കോസ്റ്റ്ലി ആയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുമ്പോഴോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അയാൾക്ക് നമ്മളോട് സ്ഥിരമായിട്ട് നന്ദി ഉണ്ടാവും, എല്ലാ കാലത്തും നമ്മൾ ബഹുമാനിക്കും, എവിടെയും നമ്മളെ പൊക്കി പറയും, എവിടെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ, അയാളത് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അയാളുടെ ഭാഗത്തൊരു പ്രതികരണം നമുക്ക് വിരുദ്ധമായിട്ടാണ് നമുക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും നമ്മൾ. ഈ ഡയലോഗ് ഈ രാഷ്ട്രീയ നേതാവ് പറഞ്ഞേക്കാൾ രൂക്ഷമായി, പരുഷമായി നമ്മൾ പറയും. നന്ദി കെട്ട ഡേഷെ എന്നൊക്കെ വിളിക്കും, പരസ്യമായിട്ട് വിളിക്കും. ചിലപ്പോൾ മറിഞ്ഞു നിന്ന് മറ്റൊരോട് പറയും അവൻ നന്ദിയില്ലാത്തവരാണെന്ന് പറയും. ഉണ്ട ചോറ് നന്ദി കാണിക്കാത്ത ഡേഷാണെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പം അത് ഒരാൾ മാത്രം ചെയ്യുന്ന, എല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാവരുടെ ഉള്ളിൽ ഉള്ള സാധനമാണ് ആ നേതാവ് വഴി പുറത്തേക്ക് വന്നതും. യഥാർത്ഥത്തിൽ നമ്മൾ സമീപിക്കേണ്ടത് വേറെ രീതിയിലാണ്. ശരിക്ക് നമ്മളൊരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയും, അങ്ങനെ പറയാൻ തന്നെ പാടില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന പോലെയല്ല. അതൊരു പ്രതിഫലമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. കാരണം ഇത്ര നാളും നമ്മളെ അയാൾ സപ്പോർട്ട് ചെയ്തതിന്, നമ്മുടെ കൂടെ നിന്നതിന്, നമ്മളെ സഹിച്ചതിന്, നമ്മളോട് എന്താ പറയുക സ്നേഹപൂർവ്വം പിന്തുണച്ച് നിന്നതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രതിഫലമായിട്ടാണ് കണക്കാക്കേണ്ടത്. അതിന് പുതിയ പ്രതിഫലം വരാനൊന്നുമില്ല അയാളുടെ ഭാഗത്തുനിന്ന്. അതിനാണല്ലോ ഉണ്ടാവേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ എന്തോ കൊടുക്കുന്നു. ഇപ്പോൾ ഈ കിറ്റിൻ്റെ കാര്യം പോലും, കിറ്റ് നാട്ടിലെ നമ്മളുടെയൊക്കെ നികുതിപ്പണം കൊണ്ട് തന്നെയാണല്ലോ കിറ്റ് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ നികുതിപ്പണം വാങ്ങിച്ചതിനും നമ്മളുടെ സമ്മതിദാനാവകാശം കിട്ടിയതിനൊക്കെയുള്ള നന്ദിയായിട്ട് വേണമെങ്കിൽ പറയാവുന്നൊരു സാധനമാണ് കിറ്റോ തത്തുല്യമായ മറ്റ് സഹായങ്ങളും. ആ സഹായങ്ങൾ വീണ്ടും ഒരു പുതിയ നന്ദിയുടെ അധ്യായം തുടങ്ങണം, പുതിയൊരു പിന്തുണയുടെ ധ്യാനം തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അപകടം വരുന്നത്. അപ്പോൾ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു പോയ എന്തിൻ്റെയോ എന്താ പറയുക നന്ദി പ്രകടനങ്ങളായിട്ട്, സ്നേഹപ്രകടനങ്ങളായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ കുറ്റബോധങ്ങളോ നിരാശയോ ഈതരം ബത്സനങ്ങളോ പൊട്ടിത്തെറികളോ ഒന്നും ഉണ്ടാവാതെ നോക്കാം. നമ്മൾ ഈ കാര്യം സമൂഹത്തിൽ മാത്രമല്ല ചെയ്യുന്നത്, സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നാൽ നമ്മുടെ വീടുകളിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ സ്വന്തം മക്കളെ, അച്ഛനും മക്കളും തമ്മിലും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മക്കളെ നന്നായി പഠിപ്പിച്ചു, നല്ല സ്കൂളുകളിൽ വിടുന്നു, പ്രസിദ്ധമായ സ്കൂളുകളിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി വിട്ട് പഠിപ്പിക്കുന്നു, ഒരു വലിയ പൈസ ചിലവാക്കുന്നു. അതല്ലെങ്കിൽ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിന് ഭയങ്കര സൗകര്യങ്ങൾ, ഐഫോണോ ബൈക്കോ കാറോ മുതലായ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു, യാത്രാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നു, പഠിക്കുന്ന സ്ഥലത്ത് സ്വന്തമായി വേറെ താമസിക്കാനുള്ള വീട് വാങ്ങിക്കൊടുക്കുകയോ വാടകയ്ക്ക് എടുത്ത് കൊടുക്കുകയോ ചെയ്യുന്നു. എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു. ഒരു കാലം കഴിഞ്ഞാൽ കുട്ടി വലുതായി അവൻ സമ്പാദിച്ചു കൊടുക്കുന്ന സമയത്ത് നീനോട് നന്ദികേട് കാണിച്ചു എന്ന് പറയും. നിനക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തു. ഈ ചെയ്തതൊക്കെ ഒരു അച്ഛൻ എന്നുള്ളതിനുള്ള ഉത്തരവാദിത്തമാണ്. ഒരു സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്തം പ്രജകളോട് കാണിക്കുമ്പോൾ അതിന് തിരിച്ച് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ്. ഒരച്ഛൻ അല്ലെങ്കിൽ അമ്മ മക്കൾക്ക് അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വേണ്ടി പഠിക്കാനോ ജോലി കിട്ടാനോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ആ ചെയ്തതിനൊക്കെ തിരിച്ച് നന്ദി കാണിക്കണമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയും ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ മകനെ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ വിടുമ്പോൾ ആ അറിവ് സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ തരുന്ന സ്ഥാനം വലുതാണ്.
അതിൽ അച്ഛനും നിലയിൽ നിങ്ങൾ നിറവേറ്റുന്ന ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാറ്റിഫിക്കേഷൻ സംതൃപ്തി വലുതാണ്. അതാണ് എൻ്റെ പ്രതിഫലം. ആ പ്രതിഫലം കഴിഞ്ഞ് പിന്നെയും ആ കുഞ്ഞ് വലുതായിട്ട് നിങ്ങളോട് നന്ദി കാണിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ അടിമയായി കിടന്ന് എല്ലാ സമ്പാദ്യവും നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നൊരവസ്ഥ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചെന്നാൽ നിങ്ങൾ നികൃഷ്ട ജീവി തന്നെയാണ്. അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നന്ദികേട് കാണിച്ചു എന്നൊക്കെ വിളിച്ചു പറഞ്ഞ വയോധികനായ രാഷ്ട്രീയക്കാരനെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒരു ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നന്ദി എന്ന് പറയുന്ന സാധനം ഉള്ളതല്ല, അത് വേണ്ടതല്ല. അതെനിക്ക് വേണ്ടത് പലപ്പോഴും അത്തരം നന്ദി പ്രകാശനങ്ങളുടെ റെസിപ്രൊക്കേഷൻസാണ്, പ്രതിഫലനങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിന് നന്ദി വേണമെന്ന് പ്രതീക്ഷിക്കാതിരിക്കാൻ മാത്രമുള്ള പക്വതയും അറിവും നമുക്കുണ്ടാകും. താങ്ക് യു.